നിങ്ങൾ അമേരിക്കയിലെ മാളുകൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. നമ്മുടെ നാട്ടിലെയും, അതായത് ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള മാളുകളെ പോലെ തന്നെയാണോ അമേരിക്കയിലെ മാള്? അതോ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നിങ്ങനെയുള്ള ഒത്തിരി ഡൗട്ടുണ്ട്. അമേരിക്കക്കാർക്ക് വിൻഡോ ഷോപ്പിംഗ് ഇഷ്ടമാണോ? അമേരിക്കക്കാരുടെ മാളുകളോടുള്ളൊരു അപ്രോച്ച് എങ്ങനെയാണ്? എന്തെങ്കിലും കൗതുകകരമായ കാഴ്ചകൾ നമുക്കവിടെ കാണാൻ പറ്റുമോ? എന്നിങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്കുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും പോകുമല്ലേ, എന്നാൽ പിന്നെ ഒരു നല്ല മാളിലോട്ടാകട്ടെ എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ 20 മിനിറ്റ് മാത്രം ഡ്രൈവുള്ള, അതേസമയം ന്യൂയോർക്ക് സ്റ്റേറ്റിലെ തന്നെ വലിപ്പത്തിൽ 2ാം സ്ഥാനവും അമേരിക്കയിൽ മൊത്തം വെച്ച് നോക്കിയാൽ വലിപ്പത്തിൽ 10ാം സ്ഥാനവുമുള്ള ഒരു വലിയ മാളിലേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാളുള്ളത് ലോങ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ താമസിക്കുന്നത് ക്യൂൻസ് എന്ന് പറയുന്ന സ്ഥലത്തും. രണ്ടും ഏതാണ്ട് അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെയാണ്. ലോങ് ഐലൻഡിൻ്റെയും ക്യൂൻസിൻ്റെ ഏതാണ്ട് ഒരു ബോർഡറിലായിട്ടാണ് ഈ ഒരു മാള് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ സീസണൊക്കെ ആയതുകൊണ്ട് മാളിൽ ഇനി നല്ല തിരക്കായിരിക്കുമോ, കാർ പാർക്ക് ചെയ്യാനുള്ള ലോട്ട് അവൈലബിലിറ്റി ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് നമ്മളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് മാളിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മൾ പറഞ്ഞ മാള്, റൂസ്വെൽറ്റ് മാള്. നമ്മുടെ മുമ്പിലായിട്ട് കാണുന്നത് ഈ മാളിൻ്റെ പാർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെ ഇങ്ങനെ മൾട്ടി ലെവൽ ഡെക്കായിട്ടാണ് പാർക്കിംഗ് ഉള്ളത്. അതിൽ തന്നെ ഓൾമോസ്റ്റ് 11,000 പാർക്കിംഗ് ലോട്ടുണ്ട്. അത് പർപ്പിൾ ഡെക്ക്, ഓറഞ്ച് ഡെക്ക്, ബ്ലൂ ഡെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ലെവലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ABC എന്നൊക്കെ കൊടുത്തിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തോട്ട് എൻ്റർ ആയി കഴിയുമ്പോൾ ബോർഡിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന ഡെക്കിൽ, അതായത് ഡെക്കിൽ, പർപ്പിൾ ഡെക്കിൽ ഇത്ര സ്പേസ് അവൈലബിലിറ്റി ഉണ്ട്, ഇത്ര സ്പേസ് ഫുള്ള്, അങ്ങനെ ഫുള്ള് കൊടുത്തിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളത് നോക്കിയിട്ട് വേണം ഉള്ളിൽ പോയിട്ട് ഇന്ന സ്പേസ് ഫ്രീ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ സെക്യൂരിറ്റികളും അങ്ങനെ ചിലപ്പോഴുണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തന്നെ വേണം പാർക്കിംഗ് ലോട്ട് കണ്ടുപിടിച്ച് പാർക്ക് ചെയ്യാം. ഇത് പക്ഷേ ഫ്രീ പാർക്കിംഗ് ആണ് കേട്ടോ. ഈ മാളിൽ വരുന്നവർക്കുള്ള ഫ്രീ പാർക്കിംഗ് സ്പേസ് ആണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവനാണ് നമുക്ക് ഈ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരുന്നത്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതാണ് ആ പറഞ്ഞ ബോർഡ്. ഇനി നമുക്കിത് നോക്കിയിട്ട് സ്പേസ് കണ്ടുപിടിച്ച് ഉള്ളിൽ പോയി പാർക്ക് ചെയ്യാം. ബോർഡ് കണ്ടിട്ട് മാളിനകത്ത് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. പുറത്തുനിന്ന് നോക്കുമ്പം ഏതാണ്ട് നാട്ടിലെ നമ്മൾ കണ്ടിട്ടുള്ള മാളൊക്കെ പോലെ ഉണ്ടെങ്കിലും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഇവിടെ ഇല്ലാതിരിക്കില്ല. നമുക്ക് നോക്കാം. ഈ മാളിനകത്ത് ഏതാണ്ട് 243ഓളം സ്റ്റോറുകളുണ്ട്. അതും എല്ലാ ഫേമസ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. മേസീസ്, നോർഡ്സ്റ്റോം, ആപ്പിൾ, സാംസങ്, റോളക്സ്, അങ്ങനെ എല്ലാ ബ്രാൻഡുകളും നമുക്കിവിടെയുണ്ട്. റോളക്സിൻ്റെ പുതിയ മോഡലുകളെല്ലാം ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. മാളുകളിൽ കൂടുതൽ ആളുകൾ വരുന്നത് ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിങ്ങിനായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂ റിലീസ് ഐറ്റംസും അതുപോലെ പുതിയ പ്രോഡക്റ്റുകളെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം നമ്മളാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റ് ഫോർ ഒരു വിൻഡോ ഷോപ്പിംഗ് ആണ്. അല്ലാതെ വലിയ പർച്ചേസും കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിലില്ല. ജസ്റ്റ് ഇവിടെ വന്ന് എന്തൊക്കെയാണുള്ളത്, എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, എന്തെല്ലാം ഷോപ്പുകളുണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് ട്രീക്കും ഡെക്കറേഷൻസിനും ഇവിടെ ഒരു കുറവുമില്ല കേട്ടോ. ഇത് യോഗിബു എന്ന് പറഞ്ഞിട്ട് കുഷ്യൻസ്, അതുപോലെ ബീൻ ബാഗുകൾ, ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് അവർ ട്രയലിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് ഇവിടെ. ട്രയൽ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാം. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഫണ്ണാണ്. അങ്ങനെ നമ്മൾ നടന്ന് എത്തി നിൽക്കുന്നത് ഒരു പാവകളുടെ ഒരു സ്റ്റോറിലാണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറാണ് കേട്ടോ. നമുക്കിതിനകത്ത് പോയി നോക്കാം എന്താണ് കാണിച്ചു തരാം നിങ്ങളെ. ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാവകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പാവകൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ അതിൻ്റെ ആക്സസറീസുകളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് ആ പാവകൾക്ക് ഒരു ഹൃദയം കൊടുക്കാം. ഹൃദയം എന്ന് പറഞ്ഞാൽ വെറും ഹൃദയമല്ല, അത് ഇടിച്ചുകൊണ്ടിരിക്കും, അതായത് ഹാർട്ട് ബീറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള മറ്റൊരാളുടെ സൗണ്ട് കൊടുക്കാം. ഇതാണ് ആ ഹാർട്ട്. ഈ ഹാർട്ട് നമുക്ക് ഈ പാവകൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഇത് ഈ മെഷീനിൽ കണ്ടോ ഇങ്ങനെ ഫർ ഇങ്ങനെ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പാവകൾക്ക് നിറച്ച് തരുന്നത്. ആദ്യം നമുക്ക് ഏത് പാവ വേണോ അത് സെലക്ട് ചെയ്യുക. അതിനകത്തോട്ട് ഇവർ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഫർ നിറച്ച് അതുപോലെ നമ്മൾ എടുത്തു കൊടുക്കുന്ന ഹാർട്ട് അതിലേക്ക് വെച്ച് കൊടുക്കും. ഇതൊരു സെൻറ്റിമെൻ്റലായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ നമുക്കിത് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും മറ്റൊരാളുടെ സൗണ്ട് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആ സൗണ്ട് ആ പാവയ്ക്ക് വെച്ച് കൊടുക്കും. അതുപോലെ നമ്മുടെ സൗണ്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാവേനെ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ ഒരു ഭയങ്കര ഫേവറേറ്റ് ഷോപ്പാണിത്. അപ്പോൾ ഇവിടുന്ന് ഒരു പാവ കിട്ടുക എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവർ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഓഫർ കൊടുത്തിട്ടുണ്ട്. അവരുടെ ബർത്ത്ഡേ ദിവസമാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ ഭയങ്കര ഓഫർ അതായത് ഒരു നല്ലൊരു ഡിസ്കൗണ്ടിൽ നമുക്ക് അവർ ആഗ്രഹിക്കുന്ന പാവ ഏതാണോ അതിന് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ചിലവേറിയ പണിയാണ് കേട്ടോ. കാരണം ഒരു ഹൃദയം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു $4 മുതൽ $6 വരെയാണ് ആ ഒരു ഹാർട്ടിന് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണലായിട്ടുള്ളൊരു വോയിസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും വേറെ ഒരു എമൗണ്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ചിലവേറിയ പരിപാടിയാണെങ്കിൽ സംഭവം അടിപൊളിയാണ്. മാളിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ തിരക്കിന് പുറകിൽ മറ്റൊരു രഹസ്യം കൂടെയുണ്ട്. എന്താണെന്നല്ലേ, ഇവിടെ ഇപ്പോൾ വിൻ്റർ ആണല്ലോ. വിൻ്റർ സീസണിൽ നമ്മുടെ വീട്ടിൽ ഹീറ്റർ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഹീറ്ററിനാണെങ്കിൽ നല്ല കറണ്ട് ചിലവ് കൊണ്ട് നല്ലൊരു ബില്ലും വരും. ഇങ്ങനെയുള്ള മാളുകളിലും ഷോപ്പിംഗ് സെൻറ്ററുകളിലും എപ്പോഴും ഹീറ്റർ ഓൺ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വീട്ടിലെ ഹീറ്റർ ഓഫ് ചെയ്യുകയും ചെയ്യാം, നമ്മുടെ ബില്ല് കുറയ്ക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? ഇത് ക്രിസ്മസിന് വേണ്ടി പ്രത്യേകം സെറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെ ഒരു സാന്റാക്ലോസ് ഒക്കെ ഉണ്ടാവും. അപ്പം വരുന്നവർക്കൊക്കെ സാന്റാക്ലോസിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാം. എന്നിട്ട് ആ ഫോട്ടോ ഇവിടുന്ന് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് കൊടുക്കും. അത് ചെറിയൊരു എമൗണ്ടിന് അങ്ങനെ ഫാമിലിയായിട്ടും തനിയൊക്കെ വന്ന് സാന്റാക്ലോസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പായിരുന്നു ഇത്. അടുത്തത് നമ്മൾ സാംസങ്ങിൻ്റെ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമല്ല, പക്ഷേ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പുതിയ ഏതൊക്കെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകൾ എല്ലാം കാണാൻ പറ്റും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. ഇത് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫ്രിഡ്ജാണ്, ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സ്റ്റോറേജും ഫ്രീസറും എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്മാർട്ടാണ്. ഒരു ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ യൂസ് ചെയ്യാം. നോർമൽ ബേസിക് ആയിട്ടുള്ള കാലണ്ടർ, ക്ലോക്ക്, നോട്ട്സ് എന്ന് മുതൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നെറ്റ് കണക്ട് ചെയ്യാം, യൂട്യൂബ് യൂസ് ചെയ്യാം, ഏതെല്ലാം ആപ്പ് വേണം അതെല്ലാം ഡൗൺലോഡ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അലക്സ സെറ്റ് ചെയ്യാം. എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മളൊരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ സംഭവവും ഇതിനകത്തുണ്ട്. പിന്നെ ഒരൊറ്റ കുഴപ്പമുള്ളൂ, ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് നമ്മുടെ അടുക്കളയിലുണ്ടെങ്കിൽ നമ്മുടെ ഒരു പണി നടക്കത്തില്ല. ഇതിനകത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളുഭാഗം കൂടെ തുറന്ന് കാണിക്കാം. ഇതിൻ്റെ മുകളിൽ നോർമലായിട്ടുള്ള റെഫ്രിജറേറ്ററാണ്, അതായത് ഫ്രീസിങ് താഴെയാണ്. പിന്നെ ഇതിൽ വാട്ടർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ താഴെ 2 ഡ്രോകളിലായിട്ട് ഫ്രീസറുണ്ട്. നടുവിൽ കാണുന്ന ഈ ഒരു ഡ്രോയും ഫ്രീസറാണ്. അതുപോലെ താഴെ കാണുന്നത് വലിയൊരു ഏരിയയുണ്ട് അതും ഫ്രീസറാണ്. അടുത്തൊരു ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററാണ്. ഇതിനകത്ത് നമുക്ക് ഒരേ സമയത്ത് 3 സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരുപാട് സ്ക്രീനൊക്കെ ഒരേ സമയത്ത് വെച്ച് വർക്ക് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഈ ഒരു മോണിറ്റർ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് $2300 ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 1,80,000 രൂപയോളം വരും. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 55 ഇഞ്ചാണ്. അതുപോലെ ഇത് ഗെയിമിങ്ങിനും കൂടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്നത് ഒരു വയർലെസ് ചാർജറാണ്. ഇതിവിടെ ഈ സാംസങ് ഷോറൂമിൽ നിറയെ വെച്ചിട്ടുണ്ട്. വരുന്നവരൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഏത് ഫോൺ വേണമെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെച്ച് കൊടുത്തത് ഒരു ഐഫോണാണ്, അത് ചാർജ് ആവുന്നുണ്ട്. ഇത് പെട്ടെന്ന് സൂപ്പർ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ US ഇറങ്ങുന്ന ഒരുപാട് വണ്ടികളിലും ഈ ഓപ്ഷൻ ഉണ്ട്, വയർലെസ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് വിത്തൗട്ട് അഡാപ്റ്റർ ആണെങ്കിൽ $40, വിത്ത് അഡാപ്റ്റർ ആണെങ്കിൽ $60 ആണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്, ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. ഇത് നമ്മളിങ്ങനെ ഓൺ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തനിയെ പോയി ഫ്ലോറുകളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് വരും. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് $800 ആണ്. ഇത് സാംസങ്ങിൻ്റെ ന്യൂ എഡീഷൻ ഫോണുകളാണ്. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു ഫ്ലിപ്പ് മോഡലാണ്. Z ഫ്ലിപ്പ് എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. $1200 ആണ് ഒരു പ്രൈസ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു ഐഫോണിൻ്റെ ഒക്കെ ഒരു ലെവലിലുള്ള പ്രൈസിംഗ് ആണ്. കാണാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ ഫീച്ചേഴ്സ് സൂപ്പറാണ്. ഇവിടെ US മോസ്റ്റ്ലി ഐഫോണും സാംസങ്ങും ആണ് ഫോണുകളിൽ കൂടുതൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്.
അടുത്തത് ഒരു ജാക്കറ്റുകൾക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഇത് നാനോ ഡിസൈനിലൊക്കെ ചെയ്ത ജാക്കറ്റുകളുണ്ട് ഇവിടെ. അതുപോലെ ഭയങ്കര വാമായിട്ട് കിട്ടുമെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് ഇവർ ജാക്കറ്റുകൾ ചെയ്യുന്നത്. ഇവരുടെ ജീൻസുകൾ അത്യാവശ്യം ഫേമസ് ആണ്. ഈ ജാക്കറ്റുകളുണ്ട്, ഇത് ജാപ്പനീസ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ജാക്കറ്റാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതേസമയം നല്ല ചൂട് നിൽക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ നോർമൽ ജാക്കറ്റ് നല്ല ചൂട് നിൽക്കുന്ന പോലെ തണുപ്പത്ത് ഇടണമെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഫെദറിൻ്റെ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു $90 വരുന്നത്. ഇത് ഓൾ ഓവർ വേൾഡ് ഉണ്ട്, അതായത് ലണ്ടൻ, ന്യൂയോർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് അവൈലബിൾ ആണ്. ഇത് നാനോ ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു ജാക്കറ്റാണ്. ഇതെന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സ്മോൾ സൈസ്, റൈറ്റ്? Yeah, you need it smaller than that. It's nice, right? That's all. She feels it. She can feel that thing. Look at that. What happened? Maybe you should try your size. Whatever. I don't know which size it is. Just randomly picked up. Now, 1 second. That's it. Hey? Good one. Very nice. So. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്റ്റോറിൻ്റെ മുമ്പിൽ നല്ല ജ്വല്ലറീസ്, അതായത് സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള ജ്വല്ലറീസ് വെച്ചിരിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പം ജസ്റ്റ് ഫാഷൻ ആക്സസറീസ് ആണെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ സ്റ്റോറിൻ്റെ നെയിം സൗരോസ്കി ഡയമണ്ട്സ് ആണെന്ന് കണ്ടത്. അപ്പോൾ ഡയമണ്ട്സ് ആണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആണ്. ഓരോ പീസും നമുക്ക് കണ്ടാൽ വാങ്ങാൻ തോന്നും, അത്രയും ഭംഗിയാണ്. ഈ ഒരു നെക്ക് പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യുണീക്ക് ഡിസൈനാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന് പക്ഷേ $750 അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഇത് ഒറിജിനൽ ഡയമണ്ട് അല്ല. ഒറിജിനൽ ഡയമണ്ട് ഇതിലും നല്ല റേറ്റ് ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന, സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ്, ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുതരം ഡയമണ്ടാണ്. പക്ഷേ ഭയങ്കര ഭംഗിയാണ്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അതിൻ്റെ റീസെയിൽ വാല്യൂ ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ പുറത്തിറങ്ങി നടന്നു വരുമ്പോഴാണ് ആപ്പിൾ സ്റ്റോർ കണ്ടത്. എന്തായാലും സാംസങ്ങിലെ കാര്യങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് ആപ്പിളും കൂടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്കും ആൾക്കാരാണ് ആപ്പിൾ സ്റ്റോറിലുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ iPhone 15 എല്ലാത്തിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. iPhone 15 ഉണ്ട്, iPhone 15 Plus ഉണ്ട്, iPhone 15 Pro ഉണ്ട്, iPhone 15 Pro Max ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ ലാസ്റ്റ് ഓപ്ഷൻ 15 Pro Maxലാണ് കേട്ടോ, ഈ സെയിം ഫോണിലാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് $1199 എന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് $1200, പിന്നെ പ്ലസ് ടാക്സും കൂടെ വരും നമ്മളിത് വാങ്ങുമ്പം. ഞാൻ വാങ്ങിയ പക്ഷേ ഇവിടെ നിന്നല്ല വാങ്ങിയ, വേറൊരു സ്റ്റേറ്റിൽ നിന്നാണ്. അത് ടാക്സ് ഇല്ലാണ്ടാണ് വാങ്ങിയേക്കുന്നത്. നാട്ടിലെ iPhone 15 Pro Maxൻ്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. മേ ബി ഇവിടെ ഉള്ളതിനേക്കാൾ, മേ ബി അല്ല ഉറപ്പായിട്ടും ഇവിടെയുള്ള റേറ്റിനേക്കാൾ എന്തായാലും കൂടുതലായിരിക്കും. ഇത് മാക്ബുക്ക് പ്രോ 16 ഇഞ്ചാണ്. നല്ല വലിപ്പം തോന്നുന്നുണ്ട് കേട്ടോ. നോർമലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സൈസ് കൂടുതലുണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് $2499, അതായത് $2500 ഇപ്പോൾ നമ്മളുള്ളത് ലെഗോയിലാണ്. ലെഗോ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ടോയ്സിൻ്റെ ബ്രാൻഡാണ്. ഈ ലെഗോ എന്ന് പറയുന്ന എല്ലാ കിഡ്സും ഒത്തിരി ഇഷ്ടപ്പെടുന്ന വേഴ്സറ്റൈൽ ആയിട്ടുള്ള ടോയ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവരുടെ മെയിൻ ടോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടോയ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നില്ല, അതുപോലെ ഒരുപാട് പീസസ് ആണ്, കൺസ്ട്രക്ഷൻ ടോയ്സ് ആണ്. അത് വെച്ചിട്ട് നമുക്കിങ്ങനെ പല കാസിൽസും അതുപോലെ പല സംഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള ടോയ് ഷോപ്പാണിത്. ഞങ്ങളെല്ലാവരും നടന്ന് ടയേർഡായി ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല ഇരുട്ടായി. ഇവിടെ ഓൾറെഡി 4:30 എല്ലാം സൺസെറ്റ് ആവുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടാകും. ഏതാണ്ട് ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് സമയം. ഇനി ഏതായാലും ഒത്തിരി നേരം നടന്നത് ക്ഷീണിച്ചത് കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ പോകുന്നത് ടാക്കോ, അതായത് മെക്സിക്കൻ ഗ്രില്ലിൽ കിട്ടുന്ന ടാക്കോ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ്. അങ്ങനെ നമ്മൾ ദാണ്ടെ ടാക്കോ എക്സ്പ്രസ്സിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മെക്സിക്കൻ ഫുഡ് ട്രൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫുഡ് ചൂസ് ചെയ്യുന്നത് 4 or 5 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഏതൊക്കെയാണ് വേണ്ട ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ വേണം ആ ബൗൾ സെറ്റ് ചെയ്യാൻ. Then from here you can ask for anything, one of each of anything, whatever you want. Onion, tomatoes, corn, cheese, lettuce, sauce.
ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് ശരിക്കും അറിയില്ല എങ്ങനെ ചൂസ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ അവർ ആദ്യമേ ഓർഡർ ചെയ്യാണ്. ഇത് മെക്സിക്കൻ റൈസ് ആണ്. റൈസിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. സിലൻഡ്രോ ലൈം റൈസ് ഉണ്ട്, മെക്സിക്കൻ റൈസ് ഉണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സെലക്ട് ചെയ്യണം. അതിൽ ബ്ലാക്ക് ബീൻസ് ഉണ്ട്, പിന്നെ വേറെ ഏതോ ഒരു കൈൻഡ് ഓഫ് ബീൻസ് ഉണ്ട്, പിന്നെ പനീറുണ്ട്. വെജിറ്റേറിയൻസിനാണെങ്കിൽ പനീറുണ്ട്, ടോഫു ഉണ്ട്. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ചിക്കൻ, ബീഫ്, അത് പല ഫ്ലേവറിലുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ. ഹണിയൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ, ബീഫ് ആണെങ്കിൽ സ്റ്റീക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കഴിഞ്ഞ് അടുത്തത് ടോപ്പിങ്സ് ചൂസ് ചെയ്യണം. അതിൽ സാലഡ്സ് ഉണ്ട്. ഇപ്പം ആഡ് ചെയ്യുന്നത് സാലഡ്സ് ആണ്. പിന്നെ ഇതിപ്പോൾ ആഡ് ചെയ്യുന്നത് കേസറാണ്. ഈ ഒരു സോസ് പോലെ ഇരിക്കുന്നത് ഒരു കേസറാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സ്വീറ്റ് കോൺ വേവിച്ച് എന്തൊക്കെയോ വെച്ചിട്ട് ഒണിയനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഒരു സ്പൈസ് ഉള്ളത്, സ്പൈസ് ഇല്ലാത്തതായിട്ടുള്ള എല്ലാത്തിനും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. അതിൽ ഒരു റെഡ് ഒണിയൻ, ടൊമാറ്റോ, സിലാൻഡ്രോ, ലൈം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഈ രണ്ട് ഇതിലിരിക്കുന്നത്. അതിൽ ഒന്ന് സ്പൈസ് ഉള്ളതും ഒന്ന് സ്പൈസ് ഇല്ലാത്തതുമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഗൂക്കമോളി ഉണ്ട്. അതും സ്പൈസി, സ്പൈസ്ലെസ് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ ചീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേരെന്താ, ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ ജലപ്പീനോസ് ഉണ്ട്, പിന്നെ സ്പിനാച്ച് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ലാസ്റ്റത്തെ ഒരു ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെയുള്ള ഹോം മെയ്ഡ് സോസ് ഉണ്ട്. അതിൽ ഏതൊക്കെ ഓപ്ഷൻസ് വേണോ അതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആഡ് ചെയ്ത് തരും. സോസുകളിൽ മാംഗോയുടെ എന്തോ ഒരു ഫ്ലേവറുള്ളൊരു സോസ് ഉണ്ട്, സിലാൻഡ്രോ സോസ് ഉണ്ട്, പിന്നെ ഒരു സോർ ക്രീം സോസ് ഉണ്ട്, പിന്നെ വൺ മോർ ഒരു ചിപ്പോട്ടിൽ അങ്ങനെ എന്തോ ഒരു സോസ് കൂടി ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സോസ് ഓപ്ഷൻസ്. അപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്ത് നമുക്ക് വേണ്ട ഫേവറേറ്റുകളെല്ലാം ആഡ് ചെയ്ത് നമ്മുടെ ബൗൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ബില്ല് ചെയ്തിട്ട് നമുക്ക് പോയിരുന്ന് കഴിക്കാം. ഞങ്ങൾ പ്രോട്ടീൻ സെലക്ട് ചെയ്ത് ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ. ഞാൻ കാണിച്ചത് ഇവിടെ വെജിറ്റേറിയൻസ് സെലക്ട് ചെയ്യുന്നതാണ്. അത് പനീറായിരുന്നു സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ എടുത്തത് ചിക്കനായിരുന്നു, ഗ്രിൽഡ് ചിക്കനായിരുന്നു. അങ്ങനെ നമ്മളിതെല്ലാം ബൗളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പോയിരുന്ന് കഴിച്ചു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു. അതിൽ നമ്മുടെ പ്രോട്ടീൻ കണ്ടൻറ് ഉണ്ട്, റൈസ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, വെജിറ്റബിൾസ് എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ മെക്സിക്കൻ ഗ്രില്ല്, അതായത് ടാക്കോ എക്സ്പ്രസ്സിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.